നല്ല പനിയാണ്. എങ്കിലും പുറത്തേക്ക് ഇറങ്ങാതിരിക്കാൻ പറ്റില്ല. അവിടെ ഇവിടെയൊക്കെ വട്ടം ചുറ്റി ദാ ഇവരുടെയൊക്കെ അരികിൽ വന്നപ്പോൾ ഇവളിതാ 3 നില കൊട്ടാരമൊക്കെ പണിതിട്ട് അവൾ സെറ്റായിരിക്കുകയാണ്, മുട്ടയൊക്കെ ഇട്ടിട്ട് അടച്ചു വെച്ചിട്ട്. അങ്ങനെ നമ്മുടെ കൃഷിത്തോട്ടത്തിൽ വന്നു. അവിടെ ദാ ഒരാൾ എൻ്റെ വെണ്ടയുടെ ഇല മുഴുവൻ തിന്നു തീർക്കുകയാണ്. ചാടിയും പാടിയും ഓടിയും കിടന്നും ഇരുന്നും തിന്നു തീർക്കുകയാണ്. വല്ലതും അറിയുന്നുണ്ടോ ബുദ്ധിമുട്ട്? അങ്ങോട്ടും ഇങ്ങോട്ടും ചാടി തിന്നാൽ മാത്രം മതിയല്ലോ, കഷ്ടപ്പാടിൻ്റെ ഫലമാണ്. എന്നാലും പാവത്തിനെ ഓടിക്കണ്ടല്ലേ, തിന്നോട്ടെ, അവർക്കും വിശപ്പല്ലേ. എന്നാലും പറമ്പിൽ ഇത്രയും ഇല കിടപ്പുണ്ടെങ്കിൽ തിന്നത്തില്ല, ഇത് മാത്രമേ വന്ന് തിന്നുള്ളൂ. നമ്മുടെ ചുറ്റിപ്പൂച്ച ഇന്ന് മീനെടുത്തോണ്ട് വന്ന് കാർപ്പറ്റിലെടുത്തുന്നതിന് ഞാൻ നല്ലപോലെ വഴക്ക് പറഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് പിണങ്ങി വന്ന് ചെളിക്കകത്ത് പൂഴുന്നു. അത് കഴിഞ്ഞ് ടെറസിൻ്റെ മേളിൽ വന്നിട്ട് ഇരിക്കുമ്പോൾ ഞാൻ കൊണ്ടുവന്ന് ബക്കറ്റ് വെള്ളം എടുത്ത് ഒഴിച്ചു കഴിഞ്ഞപ്പോൾ ആളെന്നെ കലിച്ചൊന്ന് നോക്കി. മൈൻഡുണ്ടോ എന്ന് നോക്കിക്കാൻ, കുളിച്ചതിൻ്റെ ക്ഷീണത്തിലാണേ. അപ്പോൾ വഴക്ക് പറഞ്ഞു കഴിഞ്ഞാൽ അവൾ ഇങ്ങോട്ടും നല്ലത് പറയും, ഞാൻ അങ്ങോട്ടും തിരിച്ചു കൊടുക്കും. അങ്ങനെ പിണങ്ങിയിരിപ്പാണ്. ഞാൻ താഴെ വന്നിട്ട് നമ്മുടെ പാവൽ കൃഷിയിലൊക്കെ നോക്കി പുഴുവിനെയൊക്കെ കൊന്നു. പതുക്കെ അകത്തേക്ക് കയറുകയാണ്. 5 മണിയേ ഉള്ളൂ. മഞ്ഞ് പുതച്ച് കഴിഞ്ഞു. ഭയങ്കര തണുപ്പാണ്. എനിക്കാണെങ്കിൽ നല്ല പനിയും, മൂക്കെല്ലാം അടഞ്ഞ്. ഇതാ കണ്ടോ, ഇവള് അവളുടെ 3 നില കൊട്ടാരത്തിൻ്റെ അകത്ത് മുട്ടയിട്ടിട്ട് അടച്ച് വെച്ചിട്ട് ഇടയ്ക്കിടയ്ക്ക് വന്ന് പരിശോധിക്കുകയാണ്. നോക്കിക്കേ, പണിത് കഴിഞ്ഞിട്ട് അതിന് ചുറ്റും ഒരു തരി മണ്ണ് പോലും വീഴാതെ ക്ലീൻ ആക്കിയിട്ടാണ് ആളിരിക്കുന്നത്. നമുക്കുണ്ടോ ഈ വൃത്തി? വീടിൻ്റെ ചുറ്റിനും നടന്ന് നോക്കുകയാണ്. എന്നിട്ട് അവളുടെ ശരീരത്തെ എവിടുന്ന് ഈ വെള്ളം കൊണ്ടുവരുന്നതെന്ന് ഞാൻ പലതവണ ഇങ്ങനെ നോക്കി. ചുറ്റും വെള്ളം ഒഴിച്ചിട്ടാണ് ക്ലീൻ ചെയ്യുന്നത്. അത് ശ്രദ്ധിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ മനസ്സിലാവും. കണ്ടോ? അങ്ങനെ ഇന്നത്തെ പണിയൊക്കെ കഴിഞ്ഞിട്ട് അവൾ പുറത്തേക്ക് പോയി, ഞാൻ അകത്തേക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇതുവരെയേ ഉള്ളൂ. ഞാൻ ഒരു ദേവി എന്നുള്ളൊരു മ്യൂസിക് കേട്ടിട്ട് ഇവിടെ ഇരിക്കുകയാണ്. അത് ഞാൻ എല്ലാവർക്കും വേണ്ടി കേൾക്കാൻ പറയുന്നു. അപ്പോൾ ടാറ്റ, ബൈ, പിന്നെ കാണാട്ടോ. പനിയാണേ, ഇവളെ പറത്തി വിട്ടേക്കാം.